നമസ്കാരം, ഹാപ്പി ട്രാവലിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ഇവിടുത്തെ എലിഫൻ്റ ബീച്ചിൽ പോയി ആക്ടിവിറ്റീസൊക്കെ കഴിഞ്ഞ് തിരിച്ചിവിടെ ബോട്ട് ജെട്ടിയിൽ എത്തണവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ അത് കാണാത്തവരോടൊക്കെ ഒന്ന് പോയി കാണണം. അപ്പോൾ ഇന്ന് നമ്മളിനി ചെയ്യാൻ പോകുന്നത് എന്താ, ഇവിടുന്ന് ആ പുറകിൽ കിടക്കുന്ന ക്രൂയിസ് ബോട്ട് കണ്ട മക്രൂസിൻ്റെ, നമ്മളതിൽ കയറി തിരിച്ച് പോർട്ട് ബ്ലെയറിലേക്ക് പോവുകയാണ്. നമ്മൾ ഇങ്ങോട്ട് വന്നതും ഇത്തരത്തിലുള്ള സെയിം ബോട്ടിൽ തന്നെയായിരുന്നു. പക്ഷേ എന്താ പറയുക, പോർട്ട് ബ്ലെയറിൽ അവിടുത്തെ ജെട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവിടുത്തെ പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോസ്റ്റ് ഗാർഡിൻ്റെ കൺട്രോൾ. അപ്പോൾ അവിടെ നമുക്ക് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒന്നും അലൗഡല്ല. അപ്പോൾ എനിക്ക് നിങ്ങളെ അത് കാണിക്കാൻ പറ്റിയില്ല. അതുപോലെ തന്നെ വരുമ്പോൾ സൈഡ് സീറ്റ് ആയിരുന്നില്ല, അപ്പോൾ കൂടുതൽ വിഷ്വൽസൊന്നും അധികം കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എന്തായാലും ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ബോട്ട് യാത്രയുടെ വിഷ്വൽസ് കാണിച്ചു തരാം. അപ്പം ഞങ്ങൾ ഇവിടെ എത്തുന്നതിന് മുന്നേ 1-2 സംഭവങ്ങളുണ്ടായി, അത് പോയി കാണാം. എന്നിട്ട് ഇനി അങ്ങോട്ടുള്ള കാഴ്ചകളും കാണാം, എൻജോയ് ചെയ്യാം. ഓക്കെ. നമ്മളിവിടെ നഞ്ഞ ഡ്രസ്സിൽ ഈ ഒരു ബാഗ് എടുക്കാൻ വന്നതാണ്. അപ്പോൾ ഹമീദ് പറഞ്ഞ ചേട്ടൻ കുന്നംകുളംകാരനാണ്. അപ്പോൾ ചേട്ടൻ നമ്മൾ പരിചയപ്പെട്ടു, മലയാളം കേട്ടപ്പോൾ ഒരു സന്തോഷം നമുക്ക്. അപ്പോൾ ചേട്ടാ കാണാം ചേട്ടാ. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഹാവലോക്ക് ഐലൻഡിലേക്ക് വരുന്ന ജെട്ടിയുടെ ഇപ്പുറത്ത് തന്നെ ചേട്ടൻ്റെ കട ഉണ്ട്, വരിക. അപ്പോൾ നമ്മുടെ ഇത് ക്രൂസിന് ടിക്കറ്റ് ഉണ്ട്, നമ്മൾ ചെക്ക് ഇൻ ചെയ്യാൻ പോകുന്നത്. അവിടെ കൗണ്ടർ ഉണ്ട്. കൗണ്ടർ പറഞ്ഞാൽ വലിയ കൗണ്ടറായിട്ടൊന്നുമില്ല, ജസ്റ്റ് നമ്മുടെ ക്രൂസിന് ആൾക്കാരിരിക്കുന്നത്. നമ്മളിത് ചെക്ക് ഇൻ ചെയ്യാൻ പോവാണ്. നമ്മളിത് ചെക്ക് ഇൻ ചെയ്ത് വന്നു, അത്രേ ഉള്ളൂ. ജസ്റ്റ് ഒരു സീലടിക്കുന്ന പരിപാടിയുള്ളൂ. നമുക്ക് എന്തായാലും ഉള്ളോട്ട് പോവാം, ജെട്ടിയുടെ അങ്ങോട്ട് പോവാം. അപ്പോൾ വേറെ ഏതൊരു കമ്പനിയുടെ ക്രൂയിസ് ബോട്ട് ഇത് ഇങ്ങോട്ട് വരുന്നുണ്ട്. അത് ഏതിൻ്റെ മനസ്സിലാവണില്ല, ഇങ്ങോട്ട് വന്നാൽ മനസ്സിലാവും. അപ്പം ഒരു പോർട്ട് റീജിയനാണ് നമ്മൾ കാണുന്നത്. അമ്മ, നമ്മൾ ഹാവലോക്ക് ഐലൻഡിനോട് ടാറ്റ പറയാൻ പോവാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. ഒരു ക്രൂയിസ് ബോട്ട് വന്ന് നിൽക്കുമ്പോൾ എന്തൊക്കെയാണ് നോക്കിയേ. അന്ന് ജസ്റ്റ് ടൂറിസ്റ്റുകൾ ഇറങ്ങാൻ കയറുക മാത്രമല്ല, എന്തോരം ഗുഡ്സാണ് ഇതിൽ നിറക്കുന്നത്. താഴെ ഇറക്കി വെച്ചേക്കണം മുഴുവൻ ആ ഗുഡ്സാണ് നിറക്കുന്നത്. അതുപോലെ എന്തൊക്കെ പരിപാടികളുണ്ട് അവിടെ. ഈ ഹാവലോക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഐലൻഡ് അല്ലേ. അപ്പോൾ പോർട്ട് ബ്ലെയറിന് ഇങ്ങോട്ട്, പോർട്ട് ബ്ലെയറിക്കുന്ന സാധനങ്ങൾ മറ്റേ ഇന്ത്യയുടെ മെയിൻലാൻഡിൽ നിന്ന് കൊണ്ടുവന്നിട്ട് വേണം ആ പോർട്ട് ബ്ലെയറിൽ നിന്ന് വീണ്ടും ഇങ്ങോട്ട് ഇത്തരത്തിൽ ബോട്ടിലും ഇതിലൊക്കെ കൊണ്ടുവന്നിട്ട് വേണം എന്താ പറയുക, ഇങ്ങോട്ട് ഗുഡ്സ് എത്തിക്കാൻ. എന്തൊക്കെ പരിപാടികളുണ്ടാവില്ല അതിൻ്റെ പുറകിൽ. അപ്പോൾ ആ ദൂരേന്ന് വരുന്നില്ല. അതാണ് നമുക്ക് പോകാനുള്ള മക്രൂസിൻ്റെ ക്രൂയിസ് ബോട്ട്. എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അതിപ്പോൾ പോർട്ട് ബ്ലെയറിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് ഇവിടുന്ന് ആളെ ഇറക്കി തിരിച്ച് നമ്മളെ കയറ്റി വീണ്ടും തിരിച്ച് പോർട്ട് ബ്ലെയർ പോകും. പക്ഷേ ആ ഫ്രെയിമിലൊരു പട്ടികയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന രംഗത്ത് എന്ന് പറഞ്ഞ ആ ബോട്ടില്ലേ, അത് ഇതേ പോവുകയാണ്. ടാറ്റ ബൈ ബൈ. ഇവനെ ഈ ബോട്ട് ഇവിടുന്ന് പോയിട്ട് വേണം നമ്മുടെ ബോട്ടിൽ ഇവിടെ വന്ന് നിൽക്കാൻ തോന്നുന്നുണ്ട്. അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പുറത്ത്. അവിടെ ഇവൻ പോവോ? ടാറ്റ. പോലീസ് ചേട്ടനും ചേച്ചി ഇവിടെ അങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട്. മക്രൂസിൻ്റെ ക്രൂ മെമ്പേഴ്സ് 2 പേരും ഇവിടെ അങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് പോയി. അങ്ങനെ നമുക്ക് പോകാനുള്ള മക്രൂസിൻ്റെ ക്രൂയിസ് ബോട്ട് ഇതേ ജെട്ടിയിലേക്ക് എടുത്തു. എത്താറായി. 2 നിമിഷം എത്തും, ഇപ്പം എത്തും. ആ നിൽക്കണ പുള്ളിക്കാരനാണ് നമ്മുടെ ബോട്ടിൻ്റെ ക്യാപ്റ്റൻ. അതിൽ മുകളിലാണ് ക്യാപ്റ്റനൊക്കെ ഇരിക്കുക. മുപ്പരാ തോന്നുന്നുണ്ട്. അടിപൊളി. ഇവിടെ ഒരു ടീമുണ്ട്, ഫുള്ള് നിരന്ന് ബോട്ടിൻ്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നത്. നമ്മൾ ഇന്നലെ എടുത്തിട്ടുണ്ടായിരുന്ന ഫോട്ടോ. ഇന്നിപ്പോൾ ഇന്ന് നിൽക്കാനുള്ളൊരു മൂഡില്ല.
ഇവിടെ ലഗേജ് ഇറക്കി തുടങ്ങി. വന്നപ്പോൾ ഉള്ള ആൾക്കാരുടെ ലഗേജൊക്കെ ഇറക്കി തുടങ്ങി. അപ്പോൾ നമ്മൾ ലഗേജൊക്കെ അവിടെ ഡ്രോപ്പ് ചെയ്ത് നമ്മളിത് ഉള്ളിലേക്ക് കയറാൻ പോവാണ്. ഇവിടെ ഇവർ ടിക്കറ്റ് ചെക്ക് ചെയ്ത് നമ്മുടെ ഉള്ളിലേക്ക് കയറ്റും. ഹാൻഡ് ബാഗേജസ് ഒന്നും കുഴപ്പമില്ല, കയറ്റാം. ബാക്കി വലിയ ലഗേജസ് അങ്ങനെ അവിടെ ഡ്രോപ്പ് ചെയ്യണം. ഓക്കെ, അതേ നമ്മൾ ഉള്ളിലേക്ക് കയറുകയാണ്. ഇതാണ് നമ്മുടെ ബോട്ടിൻ്റെ ഫ്രണ്ട് സൈഡ്. ഇങ്ങോട്ട് വരുമ്പോൾ സൈഡ് സീറ്റ് കിട്ടിയിട്ട് തിരിച്ചു പോകുമ്പോഴെങ്കിലും സൈഡ് സീറ്റ് കിട്ടണത്. സൈഡ് സീറ്റ് അല്ലേ? അപ്പോൾ അതേ നമുക്ക് സൈഡ് സീറ്റ് കിട്ടിയേക്കാണ്. അടിപൊളി അടിപൊളി. ടിൻറ്റഡ് ഗ്ലാസ് ആണ് കേട്ടോ, കാരണം ലൈറ്റൊക്കെ കുറവാകും. ഫുള്ളി എയർ കണ്ടീഷൻഡ് അല്ലേ, അപ്പോൾ ടിൻറ്റഡ് ഗ്ലാസ് ആണ്. അത് നമ്മളിത് ഏറ്റവും ബാക്കിൽ ഇതിൻ്റെ പുറകിലൊരു പാർട്ടീഷനാണ്. ഇവിടെ നമുക്കൊരു സ്നാക്സ് കൗണ്ടറൊക്കെ ഉണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങി കഴിക്കാം. ഓക്കെ, Bye bye to Havelock. ഗ്ലാസ് ഒന്നും തീരെ ക്ലീൻ അല്ല, കാരണം വെയിലെതിരെ വരുമ്പോഴേ കണ്ടില്ലേ ഒരു വ്യൂ മൊത്തം എൻജോയ് ചെയ്യാൻ പറ്റുള്ള. എന്നാലും എൻ്റെ കഴിവിൻ്റെ പരമാവധി വൃത്തിക്ക് ഞാൻ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ വൈകുന്നേരം സമയമൊക്കെ നമ്മൾ 4 സമൂസയും വാങ്ങി, അച്ഛനൊരു കോഫിയും വാങ്ങി. ബോട്ടിൽ നിന്ന് സമൂസയ്ക്ക് ഒരെണ്ണത്തിന് 40 രൂപ, കാപ്പി ഒരെണ്ണത്തിന് 50 രൂപ. നമ്മുടെ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ കത്തിയാണ്, പക്ഷേ പോർട്ട് ബ്ലെയറിലെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ ബോട്ടിൽ അത്ര അധികമൊന്നുമില്ല. പിന്നെ ഈ ഫാൻ്റെയും ഈ ഒരു കോക്കും ഞങ്ങൾ ബോട്ടിൽ കയറുന്നതിന് മുമ്പേ വാങ്ങി വെച്ചതാണ്. ഇതിലും ഏകദേശം സെയിം റേറ്റൊക്കെ തന്നെയുള്ളൂ. 50 രൂപ വെച്ചിട്ടാണ് ഒരെണ്ണത്തിന് എടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ നേരത്തെയാണ് സൺസെറ്റ്. ഞാൻ പറഞ്ഞില്ലേ 4 മണി 4:15 ആവുന്നുള്ള സമയം. ഫുള്ളി ഇരുട്ടാ പറയും. മിസ്റ്റർ സൂര്യനൊക്കെ എവിടെയോ പോയി അസ്തമിച്ചിട്ടുണ്ട്. ഞാൻ സൺസെറ്റിൻ്റെ വീഡിയോ എടുക്കാൻ പോയി ഗ്യാപ്പിൽ നൈസായിട്ട് സൈഡ് സീറ്റ് കയറുന്നുണ്ട്. പക്ഷേ എനിക്ക് സ്വഭാവമല്ലേ നൈസായിട്ട് പിക്ക് എടുത്ത് തരണം. അപ്പോൾ അതേ നിങ്ങൾ നല്ലൊരു സൺസെറ്റ് കണ്ടില്ല. നമ്മളിത് ഏതാണ്ട് ആ പോർട്ട് ബ്ലെയർ പോർട്ടിനോട് അടുത്ത് തുടങ്ങി. അവിടെ വേറെയും ഷിപ്പോ കാർഗോ ഷിപ്പൊക്കെ കിടക്കുന്നതാണ് നമുക്കവിടെ. അമ്മയ്ക്കത് കപ്പലുകളും നോക്കിയിരിക്കുന്നുണ്ട് ഇവിടെ. അതെന്താ വെച്ചാൽ നമ്മുടെ നേവിയുടെയും അതുപോലെ കോസ്റ്റ് ഗാർഡിൻ്റെയൊക്കെ അണ്ടറിൽ വരുന്ന പോർട്ട് ഏരിയയാണ്. അപ്പോൾ നമുക്ക് അവിടെ ഷൂട്ടിംഗ് പ്രൊഹിബിറ്റഡ് ആണ്. ഫോട്ടോഗ്രാഫി ആയാലും വീഡിയോഗ്രാഫി ആയാലും ഒന്നും പറ്റില്ല. അപ്പോൾ അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്യുന്നുണ്ടാവില്ല. ജസ്റ്റ് ലഗേജ് ക്ലെയിം ചെയ്ത് പുറത്തിറങ്ങിയതിന് ശേഷം നമുക്കിനി കാണാം. അപ്പം നമ്മളിവിടെ പോർട്ട് ബ്ലെയർ പോർട്ടിലെത്തി. നമ്മളിത് ഇവിടെ ഇറങ്ങാൻ പോവാണ്. പുറത്തിറങ്ങി കഴിഞ്ഞാൽ വീഡിയോഗ്രാഫി ഒന്നും പോസിബിൾ അല്ല. അപ്പോൾ ഞാനിപ്പോൾ തന്നെ പുറത്തിറങ്ങിയിട്ടാണ് കഴിഞ്ഞപ്പം. അപ്പോൾ നമ്മുടെ മച്ചാൻ വന്നിട്ടുണ്ട് നമ്മളെ കൊണ്ടുപോകാൻ. മച്ചാൻ്റെ വണ്ടി അവിടെ ഒരു സൈലായിരുന്നല്ലോ, ഇത് അപ്പുറത്ത് കിടക്കുന്നുണ്ട്. ആ സൈലാണ് മച്ചാൻ്റെ വണ്ടി. മൈ പ്രസൻസ് വിൽ ഗോ വിത്ത് യു. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടിയിൽ കയറാം, എന്നിട്ട് നേരെ റൂമിലേക്ക് പോകാം. നല്ല ടയേർഡാണ്.
അപ്പോൾ ബ്രോ നമ്മളെ റൂമിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടാക്കി. താങ്ക് യു സോ മച്ച് ബ്രോ. അതായത് നമ്മളിവിടെയാണ്, നമ്മൾ ഇതിൻ്റെ മുന്നേ 2 ദിവസം നിന്ന സ്ഥലം തന്നെയാണ് ശ്രീഷ് പറഞ്ഞ. പിന്നെ മുതലാളിയൊക്കെ നമ്മുടെ സ്വന്തം ചങ്കാണ് കേട്ടോ. പോലെ മൂപ്പര് വരുന്നുണ്ട്. പോവാം. व्यू मिलेगा. കഴിഞ്ഞ പ്രാവശ്യം നമുക്കപ്പോൾ 107 ആയിരുന്നു കിട്ടിയത്. ഞാൻ ചോദിച്ചു 107 കിട്ടും, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള റൂമായിരുന്നു. പിന്നെ അതിനേക്കാൾ അടിപൊളി റൂം വരാമെന്ന് പറഞ്ഞിട്ട് ഇപ്രാവശ്യം നമുക്ക് കിട്ടിയ റൂമാണ്. കൊള്ളാലെ റൂം 205. അടിപൊളി റൂം. ഇവിടെ ഒരു കൗച്ച് ഉണ്ട്, മിനി ഫ്രിഡ്ജ് ഉണ്ട് ഇവിടെ ഒരെണ്ണം. ഇവിടുന്നുള്ള വ്യൂ ഉണ്ടല്ലോ, ഞാൻ നിങ്ങളെ നാളെ കാണിച്ചു തരാം. ഇവിടുന്ന് നമ്മുടെ ജെട്ടി ഏരിയയിൽ നമ്മൾ വന്നിറങ്ങിയ ബോട്ട് ജെട്ടി അമ്മ ചിരിക്കണ്ട. ആ കാണുന്നത് ആ ഏരിയയാണ്. അവിടെ നമുക്ക് കടൽ കാണാം. അടിപൊളി വ്യൂ ആവും. ഈ റൂം എനിക്ക് മറ്റൊരുക്കാളും ഇഷ്ടമായിട്ട്. എന്തായാലും ഞാൻ ഒരു കാര്യം അറിയോ, ജെട്ടി എന്ന് പറയുന്നത് ഇത്ര ചിരിക്കുന്നു വേണ്ട. അമ്മയ്ക്കൊരു കാര്യം അറിയോ, ഞാനില്ലേ 107 കിട്ടില്ല എന്ന് വിചാരിച്ച് വിഷമിച്ച് വരുമായിരുന്നു. പക്ഷെ ഇപ്പം അതിനേക്കാളും നല്ല റൂം കിട്ടി. ഞാൻ ഹാപ്പി. നമുക്ക് അത് ശരിയാണല്ലോ അല്ലേ. നാളല്ലേ ഒരു പ്രശ്നമാണ്. രാവിലെ 3 മണിക്ക് ഞങ്ങൾ എണീറ്റു ബാരക്ടങ് ഐലൻഡിലേക്ക്. കാരണം ഫസ്റ്റ് കോൺവോയ്, അവിടെ കോൺവോയ് ആയിട്ടാണ് പോവുക. അപ്പം നാളെ അടിപൊളി വീഡിയോസ് ഓൺ ദി വേ ആണ്. കോൺവോയ് ആയിട്ടാണ് പോകാറില്ലേ, ട്രൈബൽസ് എന്താ പറയുക, ഗോത്രവർഗ്ഗക്കാരുള്ള ആ ഒരു കാട്ടിൽ കൂടെ നമ്മൾ കോൺവോയ് ആയിട്ട് വിടുള്ളൂ. അപ്പോൾ 6 മണിക്കാണ് ഫസ്റ്റ് ഗേറ്റ് തുറക്കല്. ആ കോൺവോയിൽ നമ്മൾ പോകണം. അപ്പോൾ ഇവിടുന്ന് 3 മണിക്ക് ഇറങ്ങണം. 2.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട് അങ്ങോട്ട്. അപ്പോൾ എന്താണെങ്കിലും നാളെ 3 മണിക്ക് പോകണമെങ്കിൽ 1:30 എണീക്കണം. എൻ്റെ സ്ലീപ്പിംഗ് ടൈം എന്ന് പറയുന്നത് 12:30 മിനിമമാണ്. 12:30 അവർ അതിൻ്റെ അപ്പുറമേ ഉള്ളൂ. അപ്പോൾ കൂടിപ്പോയി എനിക്ക് 1 മണിക്കൂർ ഉറങ്ങാൻ പറ്റുന്നുണ്ടാവും. എന്താവും എന്നറിയില്ല. അപ്പോൾ നാളെ നല്ല അടിപൊളി വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ നാളെ പോയി വന്നതിന് ശേഷം ഓക്കെ, ബാരക്ടങ് പോയി വന്നതിന് ശേഷം ഈവനിങ് ടൈമിൽ ഞാൻ ഇവിടുന്ന് പുറത്തോട്ടുള്ള വ്യൂ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഭയങ്കര ടയേർഡായി. എൻ്റെ മുഖം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. ഇന്നൊരു അടിപൊളി ദിവസമായിരുന്നു. വാട്ടർ ആക്ടിവിറ്റീസും കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതും കണ്ടു നോക്കൂ. ഞങ്ങൾ വാട്ടർ ആക്ടിവിറ്റി ചെയ്യുന്നതിൻ്റെ സ്നോർക്കലിങ്ങിൻ്റെയും മറ്റ് ആക്ടിവിറ്റികളുടെയൊക്കെ വിഷ്വൽസ് അതിലുണ്ട്. അപ്പോൾ ഞാനെന്തായാലും തൽക്കാലത്തേക്ക് വിട പറയുകയാണ്. താൽക്കാലികമായ വിട പറയൽ മാത്രമാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ യാത്രകൾ അവസാനിക്കുന്നില്ല. അടിപൊളി യാത്രകൾക്കും അടിപൊളി വിശേഷങ്ങളൊക്കെ കേട്ട് തുടർന്ന് കാണുക. അപ്പോൾ നാളെ ബാരക്ടങ് ഐലൻഡിലേക്കാണ് പോകുന്നത്. അടുത്ത വീഡിയോയിൽ അതിൻ്റെ കാഴ്ചകൾ കാണാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ.